എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബൃഹജ്ജാത പദ്ധതി എന്ന് പറയുന്ന ടെക്സ്റ്റാണ്. ഇത് ബ്രഹ്മശ്രീ പുലിയൂർ PS പുരുഷോത്തമൻ നമ്പൂതിരി ആണ് വ്യാഖ്യാതാവ്. അതിലെ 4-ാം അധ്യായം സൂര്യാശ്രയ ഫലമാണ്. പ്രമാണം ഇതാണ്. അപ്പോൾ മേടൻ രാശിയിൽ ആദിത്യം നിന്നാലുള്ള ഫലമാണ് പറയുന്നത്. 12 രാശിയിൽ നിന്നുള്ള ഫലങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ മേടൻ രാശി ആദ്യത്തിന് ഉച്ചസ്ഥാനമാണ്. അപ്പം മേടൻ രാശിയിൽ 10 തീയതിക്ക് മേൽ ഉള്ള ഭാഗങ്ങളിൽ നിൽക്കുന്ന കാലം ജനിക്കുന്നവൻ, അതായത് 30 ഡിഗ്രിയാണ് ഉള്ളത്, അല്ലെങ്കിൽ 30 തീയതിയാണ് ഉള്ളതെന്ന് ചിന്തിക്കുക. അതിൽ 20 മുതൽ നമ്മുടെ ജാതകത്തിലെ സ്ഫുടം നോക്കിയിട്ടാണ് അത് നിശ്ചയിക്കുന്നത്. 20 മുതൽ 30 മേടം 10 കഴിഞ്ഞിട്ട് 11-ാം തീയതി മുതൽ എന്ന് ചിന്തിക്കാം, വളരെ ലളിതമായിട്ട്. അത് മുതൽ 30-ാം തീയതി വരെ ജനിക്കുന്നവരുടെ ഫലമാണ്. പ്രസിദ്ധിയും സാമർഥ്യവും ഉള്ളവനായും സഞ്ചാരപ്രിയനായും അല്പധനം മാത്രം ഉള്ളവനായും ആയുധധാരിയായും ഭവിക്കും. ഇനി ആദ്യത്തെ പരമോച്ച ഭാഗമായ ആദ്യത്തെ 10 തീയതിക്കകമാണ് ജനനമെങ്കിൽ ഈ പറഞ്ഞ ദോഷങ്ങൾ ഉണ്ടായിരിക്കുകയില്ല. പ്രസിദ്ധനായും സമർത്ഥനായും സ്വഗൃഹത്തിൽ സുഖവാസിയായും ധനപുഷ്ടിയുള്ളവനായും അംഗരക്ഷകന്മാരായ അനേകം ആയുധധാരികളോടുകൂടിയവനായും ഭവിക്കുമെന്ന് സാരം. അതായത് രാജാവായിട്ട് വേണമെങ്കിൽ വാഴും എന്നാണ് സാരം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ജ്യോതിഷം ഒരു വീഡിയോ ക്ലാസ്സിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഒറ്റ വീഡിയോ ക്ലാസ്സേ ഉള്ളൂ, ഏകദേശം 2 അല്ലെങ്കിൽ 3 മണിക്കൂറോളം വരുന്ന ഒരു ക്ലാസ്സാണ്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നം വെക്കുവാനായിട്ട് വളരെ ലളിതമായ രീതിയിൽ വെക്കുവാനായി പഠിപ്പിക്കുന്ന ഒരു ക്ലാസ്സാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഇനി ഇടവത്തിൽ ജനിക്കുന്നവൻ വസ്ത്രങ്ങളെയും സുഗന്ധദ്രവ്യങ്ങളെയും വിറ്റു ലഭിക്കുന്ന ധനം കൊണ്ട് ഉപജീവിക്കുന്നവനായും സ്ത്രീകളെ ദ്വേഷിക്കുന്നതിനായും സംഗീതത്തിലും വാദ്യോപകരണത്തിലും സാമർഥ്യമുള്ളവനായി ഭവിക്കും. അപ്പോൾ തുണിക്കട, അതുപോലെ തന്നെ ബ്യൂട്ടി പാർലർ, അതുപോലെ തന്നെ സുഗന്ധദ്രവ്യങ്ങൾ ഒക്കെ വിൽക്കുന്ന കട, അതൊക്കെ അവർക്ക് യോജിക്കും എന്ന് സാരം. അടുത്തത് മിഥുനത്തിൽ ആദ്യത്തെ നിൽക്കുന്ന കാലം ജനിക്കുന്നവൻ വ്യാകരണാദി വിദ്യയും, അതായത് സാറാകാനൊക്കെ ഉള്ള സാധ്യത, ജ്യോതിഷവും സമ്പത്തും ഉള്ളവനായും, അപ്പോൾ വാഗ്മിയായിരിക്കും, വാക്കുകൊണ്ട് ജീവിക്കാൻ കഴിയും എന്ന് സാരം ഭവിക്കും. അതുപോലെ തന്നെ കർക്കിടക മാസത്തിൽ ജനിക്കുകയാണെങ്കിൽ തീഷ്ണനായിരിക്കും, അതായത് ഇച്ചിരി ചൂടുള്ള ആളായിരിക്കും, ദേഷ്യക്കാരനായിരിക്കും, ധനഹീന, സമ്പത്ത് വരും പോയിക്കൊണ്ടേയിരിക്കും, അന്യന്മാരുടെ കാര്യത്തിൽ താല്പര്യമുള്ളവനായും ഖേദവും സഞ്ചാരവും ക്ലേശവും ഉള്ളവനായും ഭവിക്കും. അതായത് സ്വന്തം കാര്യം നോക്കാതെ മറ്റുള്ളവരുടെ കാര്യമൊക്കെ നോക്കി ജീവിക്കും എന്ന് സാരം. ചിങ്ങത്തിൽ ജനിക്കുന്നവനാണെങ്കിൽ വനപർവ്വതങ്ങളിലും ഗോകുലത്തിലും ആസക്തി ഉള്ളവനായും ബലവാനായും മൂർഖനായും ഭവിക്കും. അപ്പോൾ ചിങ്ങമാസത്തിൽ ജനിക്കുന്നവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-ാം ഭാവം ചിങ്ങമായിട്ട് വന്നാലും അവിടെ ജോലി മേഖലയൊക്കെ നമുക്ക് ഈ വിധത്തിൽ ചിന്തിക്കാൻ കഴിയും. അപ്പോൾ ഒരു കാര്യം മാത്രമല്ല, ഇപ്പോൾ 7-ാം ഭാവം വരുന്നെങ്കിൽ വനപ്രദേശമോ അല്ലെങ്കിൽ ആ മേഖലയിൽ നിന്നൊക്കെ വിവാഹാദികൾ വരും എന്നൊക്കെ നമുക്ക് ആ വിധത്തിൽ ചിന്തിക്കാൻ കഴിയും. കന്നിമാസത്തിൽ ജനിക്കുന്നവൻ എഴുത്തിലും ചിത്ര നിർമ്മാണത്തിലും കവിതയിലും ഗണിതത്തിലും, അതായത് കണക്ക് ശാസ്ത്രത്തിലും കഴിവുള്ളവനായും സ്ത്രീകളുടെ ശരീരം പോലെ ഇരിക്കുന്നവനായും ഭവിക്കും. അതായത് നല്ല കലാവാസനയൊക്കെയുള്ള ആളാണ്. കണക്ക് ശാസ്ത്രം അപ്പം അദ്ദേഹം പഠിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ മാത്തമാറ്റിക്സൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിക്ക്, ബുധൻ്റെ യോഗമൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും സൂപ്പറായി. അതുപോലെ തന്നെ സ്ത്രീ ശരീരം പോലെ ഇരിക്കുക, അയാൾ തല്ലൊന്നും കൂടാൻ പോകണ്ട, തല്ലുകൊണ്ട് വീട്ടിൽ പോരും എന്നൊക്കെ വേണേൽ ചിന്തിക്കാം. ഇതായിട്ട് പറഞ്ഞതല്ല കേട്ടോ, നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല, പറഞ്ഞു എന്ന് മാത്രം. ഇനി അടുത്തത് പ്രമാണമാണ് ജാതസ്ഥൗലി. അപ്പോൾ തുലാമാസത്തിൽ, തൗലി എന്ന് പറഞ്ഞാൽ തുലാമാസത്തിൽ ജനിക്കുന്നവൻ മദ്യം ഉണ്ടാക്കുകയോ വിൽക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നവനായും സത്യവാദിയായും സ്വർണം ഉണ്ടാക്കുന്നവനോ സ്വർണ്ണ വ്യാപാരം ചെയ്യുന്നവനോ ആയും നീചവൃത്തിയോട് കൂടിയവനായും ഭവിക്കും എന്ന് സാരം. കാരണം ഈ തുലാമാസം ആദ്യത്തിന് നീച ഉള്ള മാസമാണ്. അപ്പോൾ അതുപോലെ തന്നെ വൃശ്ചിക മാസത്തിൽ, അപ്പോൾ ഈ അങ്ങനെ തുലാമാസത്തിൽ ജനിച്ചവർ വെള്ളവടിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. മദ്യപാനം ദോഷം ചെയ്യുന്നവർക്ക്
അതുപോലെ തന്നെ അവർക്ക് സ്വർണ്ണ വ്യാപാരമൊക്കെ നടത്തുന്നത് ഉത്തമമായിരിക്കും എന്ന് സാരം. അടുത്തത്, വൃശ്ചികമാസത്തിൽ ജനിക്കുന്നവൻ ക്രൂരനായും സാഹസകർമ്മത്തെ ചെയ്യുന്നവനായും വിഷവിദ്യ കൊണ്ടോ വിഷപ്രയോഗം കൊണ്ടോ വിഷമിച്ചിട്ടോ ധനത്തെ സമ്പാദിക്കുന്നവനായും വ്യാകരണശാസ്ത്രത്തിൽ നിപുണനായും ഭവിക്കും. അപ്പോൾ എല്ലാവർക്കും ദോഷം എന്നല്ല പറയുന്നത്, ഇതിനകത്ത് ഗുണമുണ്ട്. ക്രൂരനായിരിക്കും. ക്രൂരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പിശുക്കിൽ ധനസമ്പാദനത്തിൽ ആർക്കും കൊടുക്കാതെയൊക്കെ കൊടുക്കാതെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അയാളെ ക്രൂരൻ എന്ന് നാട്ടുകാർ വിളിക്കും. സാഹസകർമ്മത്തെ ചെയ്യുന്നവനായിരിക്കും, അതായത് ഒന്നും ചെയ്യാൻ മടി കാണിയില്ല. വിഷവിദ്യ കൊണ്ടോ വിഷപ്രയോഗം കൊണ്ടോ അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ഒക്കെ ചെയ്യാൻ വിഷവൈദ്യം അത് പാമ്പ് പിടുത്തവും ഒക്കെ നടത്തിയാലൊക്കെ അങ്ങനെ പിടിക്കാൻ പോകണമെന്നല്ല പറയുന്നത്, അതൊക്കെ ഉതകും എന്നാണ് പറയുന്നത്. ധനുമാസത്തിൽ ജനിക്കുന്നവൻ സജ്ജനങ്ങൾക്ക് പൂജനീയനായും ധനവാനായും നിരേക്ഷകനായും വൈദ്യവൃത്തിയിൽ വർത്തിക്കുന്നവനായും ശില്പകർമ്മങ്ങളെ അറിയുന്നവനായും ഭവിക്കും. അപ്പം ധനുമാസത്തിലും വലിയ കുഴപ്പമില്ല. മകരമാസത്തിൽ ജനിക്കും തൻ്റെ കുലത്തിൽ യോഗ്യമല്ലാത്തതും, അതായത് ഇപ്പോൾ സമുദായമൊക്കെ വേണമെങ്കിൽ ചിന്തിക്കാം കേട്ടോ, തൻ്റെ കുലത്തിന് യോഗ്യമല്ലാത്തതും നിന്ദ്യവുമായ പ്രവൃത്തിയെ ചെയ്യുന്നവനായും അറിവില്ലാത്തവനായും കുൽസിത ദ്രവ്യങ്ങളെ ക്രയവിക്രയം ചെയ്യുന്നവനായും. ചില ആൾക്കാരൊക്കെ കണ്ടിട്ടില്ലേ, മറ്റേ മദ്യം വാങ്ങിച്ച് പകർത്തി ഒഴിച്ച് വേറെ കൊടുക്കുന്ന കള്ളവാറ്റോ അങ്ങനെയൊക്കെ പോലെയുള്ള സംഭവങ്ങളൊക്കെ, അതൊക്കെ ഈ കുൽസിത ദ്രവ്യങ്ങളെ ക്രയവിക്രയം ചെയ്യുന്നവനായിരിക്കും. മദ്യക്കച്ചവടമൊക്കെ അങ്ങനെ വലിയ ഇതായിട്ടല്ല, പകരം ഒരു കുപ്പി വാങ്ങിച്ചിട്ട് 10 പേർക്കായിട്ട് വീതിച്ചു കൊടുത്തിട്ട് അതിൽ നിന്ന് ഒത്തിരി പൈസ ഉണ്ടാക്കുന്ന പോലത്തെയുള്ള സംഭവങ്ങൾ. അല്പധനം മാത്രം ഉള്ളവനായും അന്യന്മാരുടെ ഭാഗ്യത്തെ കൊണ്ട് ജീവിക്കുന്നതിനും ഭവിക്കും. എന്നിരുന്നാൽ തന്നെയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവനാവും എന്ന് സാരം, അതായത് നല്ല കാര്യത്തിലല്ല കേട്ടോ, ചീത്ത കാര്യത്തിൽ. കുംഭമാസത്തിൽ ജനിക്കുന്നവൻ നീചനായും പുത്രന്മാരും ഭാഗ്യവും ധനവും ഇല്ലാത്തവനായും ഭവിക്കും. അത് ഇച്ചിരി മോശമാണ്. മീനത്തിൽ ജനിക്കുന്നവൻ ജലോൽപ്പന്നങ്ങളായ ദ്രവ്യങ്ങളെ വിറ്റ് ലഭിക്കുന്ന സമ്പത്തോടു കൂടിയവനായും, അതായത് കുഞ്ഞുപിള്ളേരൊക്കെ ആണെങ്കിൽ ഈ മീൻ വളർത്തലെ പോലെയുള്ള സംഭവങ്ങളൊക്കെ, വലിയവരാണ് മീൻ വിറ്റും അങ്ങനെയൊക്കെ സ്ത്രീജനങ്ങളാൽ ആദരിക്കുന്നവനായും ഭവിക്കും. ഇതൊക്കെയാണ് ആദിത്യൻ ഓരോ രാശികളെ ആശ്രയിച്ചാലുള്ള ഫലം. ഇത് പക്ഷേ എങ്ങനെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തിൻ്റെ സ്ഫുടവും മറ്റുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള ഗ്രഹങ്ങളുടെ യോഗവും ഒക്കെ ചേർന്നാലാണ് ഈ ഫലം പൂർണ്ണമായിട്ടും ഭവിക്കുക. അതല്ലെങ്കിൽ 12 സ്വഭാവമുള്ള ആൾക്കാരല്ലേ ഈ ഭൂമിയിൽ ഉണ്ടാകുകയുള്ളൂ എന്ന് വേണേൽ നമുക്കതിൽ ചിന്തിക്കാം. അപ്പോൾ ജാതകമൊക്കെ നോക്കണമെങ്കിൽ എനിക്ക് ഈ നമ്പറിൽ വിളിക്കുക. അപ്പോൾ ദക്ഷിണ വാങ്ങിച്ചിട്ടേ ഇതൊക്കെ ചെയ്യുകയുള്ളൂ എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.